പഴഞ്ചൻ എന്ന് വിളിച്ച് അമേരിക്കൻ വ്യോമസേന ഉപേക്ഷിക്കാനൊരുങ്ങിയ ഒരു യുദ്ധവിമാനം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും താരമായിരിക്കുകയാണ്. വാർത്തോഗ് എന്ന് വിളിക്കപ്പെടുന്ന A-10 തണ്ടർബോൾട്ട്. അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങൾക്കും മിസൈലുകൾക്കും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഈ പഴയ പുലി ഹോർമൂസ് കടലിടുക്കിൽ ചെയ്തു കാണിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധനക്കപ്പലുകളെ തടയാൻ ഇറാൻ ഉപയോഗിക്കുന്നത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ചെറിയ ബോട്ടുകളെയാണ്. സൂപ്പർസോണിക് വിമാനങ്ങൾക്ക് ഈ ബോട്ടുകളെ കൃത്യമായി ലക്ഷ്യം വയ്ക്കാൻ പ്രയാസമാണ്. എന്നാൽ താഴ്ന്നും സാവധാനത്തിലും പറക്കാൻ കഴിയുന്ന A-10 വിമാനങ്ങൾക്ക് ഈ ബോട്ടുകളെ അനായാസം പിന്തുടരാനും തകർക്കാനും സാധിക്കും. A-10ന്റെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ മൂക്കിൽ ഘടിപ്പിച്ചിട്ടുള്ള 30 മില്ലിമീറ്റർ ഗാറ്റ്ലിംഗ് ഗണ്ണാണ്. മിനിറ്റിൽ 3900 റൗണ്ടുകൾ ഉതിർക്കാൻ കഴിയുന്ന ഈ തോക്കുപയോഗിച്ച് ഏത് കവചിത ബോട്ടിനെയും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ഇതിന് കഴിയും. 5 പതിറ്റാണ്ട് പഴക്കമുള്ള ഈ വിമാനങ്ങളെ പരിപാലിക്കാൻ ചിലവ് കൂടുതലാണെന്ന് പറഞ്ഞ് അമേരിക്കൻ വ്യോമസേന ഇത് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഹോർമൂസിലെ നിലവിലെ സാഹചര്യം ഈ തീരുമാനത്തെ മാറ്റിമറിച്ചു. ഡ്രോണുകളെയും മൈൻ നിക്ഷേപിക്കുന്ന കപ്പലുകളെയും കണ്ടെത്താൻ ഇതിലും മികച്ച മറ്റൊരു വിമാനമില്ലെന്ന് പെന്റഗൺ ഇപ്പോൾ സമ്മതിക്കുന്നു. പറക്കുന്ന ടാങ്ക് എന്ന വിശേഷണം ഇതിന് ലഭിച്ചത് ചുമ്മാതല്ല. ശത്രുവിന്റെ വെടിയേറ്റാലും ഒരു എഞ്ചിൻ മാത്രം ഉപയോഗിച്ച് സുരക്ഷിതമായി താവളത്തിൽ തിരിച്ചെത്താൻ ഇതിന് കഴിയും. പൈലറ്റിന് സുരക്ഷയൊരുക്കാൻ ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ച ബാത്ത് ടബ് കവചവും ഈ വിമാനത്തിനുണ്ട്. ഇറാൻ വിക്ഷേപിക്കുന്ന ഷാഹീദ് ഡ്രോണുകളെ കുറഞ്ഞ ചിലവിൽ വെടിവെച്ചിടാനും A-10 ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള മിസൈലുകൾക്ക് പകരം ലേസർ ഗൈഡഡ് റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് ഈ വേട്ട.